കാർഷിക വാർത്തകൾ. റബ്ബർ ഷീറ്റ് ക്ഷാമം തുടരുന്നു. ടയർ മേഖലയിൽ പ്രതിസന്ധി. ഓണം കഴിഞ്ഞിട്ടും വെളിച്ചെണ്ണ വിലയിൽ കുറവില്ല. പ്രതികൂല കാലാവസ്ഥയിൽ തായ്ലൻഡ് അടക്കമുള്ള മുഖ്യ റബ്ബർ ഉൽപാദന രാജ്യങ്ങളിൽ നിന്നുള്ള ഷീറ്റ് കുറവ് കാരണം ടയർ മേഖലയിൽ പ്രതിസന്ധി. ഇതോടെ വ്യവസായികൾ റബ്ബർ അവധി വ്യാപാരത്തിൽ പിടിമുറുക്കി. സിംഗപ്പൂർ, ചൈനീസ് വിപണികളിലും റബ്ബർ നേട്ടത്തിലേക്ക് നീങ്ങി. തായ്ലാന്റിൽ റബ്ബർ വില കിലോ 240 രൂപയായി ഉയർന്നു. വിദേശ വിപണികളിലെ വിലക്കയറ്റം ഇന്ത്യൻ മാർക്കറ്റിലും അനുകൂല തരംഗം സൃഷ്ടിച്ചു. അതേസമയം ഓണാവധികൾക്ക് ശേഷം ഇന്ന് ടാപ്പിംഗ് കൂടുതൽ നടന്നു. ചെറുകിട വിപണികളിൽ ഷീറ്റിനെ അപേക്ഷിച്ച് ലാറ്റക്സ് ആണ് കൂടുതൽ വിറ്റത്. ലാറ്റക്സ് വില കിലോ 132 രൂപ. തേക്കടിയിൽ നടന്ന ഏലക്ക ലേലത്തിൽ 1.5 ലക്ഷം കിലോയിലധികം ചരക്കെത്തി. ഉത്സവ സീസണായതിനാൽ 52,000 കിലോ ഏലക്കയിൽ 50,000 കിലോയും വിറ്റഴിഞ്ഞു. ശരാശരി ഇനം ഏലക്ക കിലോ 2,263 രൂപയിലും വലിപ്പം കൂടിയ ഇനങ്ങൾ 2,635 രൂപയിലും ലേലം നടന്നു. കയറ്റുമതി മേഖലയിൽ നിന്നും ഉൽപ്പന്നത്തിന് ആവശ്യക്കാരുണ്ട്. ഓണം കഴിഞ്ഞിട്ടും വെളിച്ചെണ്ണ വിലയിൽ വീണ്ടും കുതിപ്പ്. കിൻഡലിന് 17,300 നിലകൊണ്ട എണ്ണവില ഓണ ഡിമാൻഡിന് ശേഷം 17,900 ഉയർന്നു. കൊപ്രവില 300 രൂപ കയറി 11,500 രൂപയായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉൽപാദനം കൂടിയതിന് പിന്നാലെ കർഷകർക്ക് തിരിച്ചടിയായി സംസ്ഥാനത്ത് റബ്ബർ വില ഇടിഞ്ഞു. കഴിഞ്ഞ മാസം 255 രൂപ വരെ ഉയർന്ന വിലയാണ് 221 കൂപ്പുകുത്തിയത്. വരും ദിവസങ്ങളിലും വില കുറയാനാണ് സാധ്യത. അപ്രതീക്ഷിതമായി ഉയർന്ന റബ്ബർ വിലയാണ് അതിവേഗത്തിൽ കുറയുന്നത്. കഴിഞ്ഞ 2 മാസമായി കുത്തനെ ഉയർന്ന നിലയിലായിരുന്നു റബ്ബർ വില. റെക്കോർഡ് വിലയായ 255 രൂപ വരെ എത്തിയപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു കർഷകർക്ക്. വില ഉയർന്നു നിന്ന സമയത്ത് മഴയായിരുന്നതിനാൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കർഷകർക്ക് കഴിഞ്ഞിരുന്നില്ല. മഴ മാറി കൂടുതൽ ഷീറ്റ് അടിക്കാൻ തുടങ്ങിയതോടെയാണ് വില കുത്തനെ കൂപ്പുകുത്തിയത്. ഉൽപാദനത്തിനനുസരിച്ച് വില സ്ഥിരതയില്ലാത്തതാണ് പ്രധാന പ്രതിസന്ധി. അന്താരാഷ്ട്ര വിപണിയെ ബാധിച്ച കണ്ടെയ്നർ സമരത്തിന് അയവ് വന്നതോടെ ടയർ കമ്പനികൾ ബുക്ക് ചെയ്തിരുന്ന ചരക്ക് എത്തി തുടങ്ങിയതും കർഷകർക്ക് തിരിച്ചടിയായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബസുമതി ഇതര അരിയുടെ നിരോധനം നീക്കണമെന്ന് അരി കയറ്റുമതിക്കാർ. 20% കയറ്റുമതി തീരുവയും നീക്കണമെന്നും ആവശ്യം. റെക്കോർഡ് വിളവെടുപ്പിലേക്ക് നീങ്ങുന്നതിനാൽ സർക്കാർ അരി കയറ്റുമതിയുടെ തീരുവ നീക്കം ചെയ്യുകയും വെള്ള അരി കയറ്റുമതി നിരോധനം നീക്കുകയും വേണമെന്നും ബസ്മതി ഇതര അരി കയറ്റുമതിക്കാരുടെ വ്യാപാര സംഘടനയായ റൈസ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് BV കൃഷ്ണറാവു പറഞ്ഞു. ഗാർഹിക വിതരണം ലഘൂകരിക്കുന്നതിനും ഉയർന്ന വിലയിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനുമായി 2023 ജൂലൈയിൽ ബസ്മതി ഇതര അരിയുടെ കയറ്റുമതി ഇന്ത്യ നിരോധിച്ചിരുന്നു. കൂടാതെ കയറ്റുമതി നിരുത്സാഹപ്പെടുത്തുന്നതിനായി 2023 ഓഗസ്റ്റ് 25 അരിയുടെ കയറ്റുമതിക്ക് സർക്കാർ 20% തീരുവ ചുമത്തിയിരുന്നു. ബസ്മതി ഇതര വെള്ള അരിക്ക് സൗജന്യ കയറ്റുമതി അനുവദിച്ചുകൊണ്ട് സഹായവും ആശ്വാസവും നൽകുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഇന്ത്യൻ റൈസ് എക്സ്പോർട്ടേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് പ്രേം ഗാർഗ് കേന്ദ്ര ഉപഭോക്തൃകാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. വെളിച്ചെണ്ണ 17,900, കൊപ്ര 12,200, അടയ്ക്ക 30,000 മുതൽ 33,000 വരെ. കുരുമുളക് അൺഗാർബിൾഡ് 66,000, കുരുമുളക് ഗാർബിൾഡ് 68,000, ചുക്ക് 36,000. ജാതിക്ക 200 മുതൽ 240 വരെ. ജാതിപത്രി 400 മുതൽ 440 വരെ. ഗ്രാമ്പൂ 900 മുതൽ 1,350 വരെ.